عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم ولا إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات النبي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സംസാരിക്കാതെ ഒന്ന് അടങ്ങി സംസാരിക്കരുത്, ആരും സംസാരിക്കരുത്, ഒന്ന് അടങ്ങി നിൽക്കണം. ബഹുമാനികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വാർഷിക സമ്മേളനം യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇതുപോലുള്ള ഒരു സമ്മേളനം ഏതെങ്കിലും ഒരു കക്ഷിക്ക് ആരായിരുന്നാലും ശരി, മതരംഗത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലാത്തവരോ ആരായിരുന്നാലും ഇതേ നിരക്കുള്ള ഒരു സമ്മേളനം നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇല്ല എന്നതാണ് മിക്കവാറും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളെല്ലാം സമ്മേളിച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ സമസ്തയുടെ പാരമ്പര്യത്തിനനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കി തിരിയാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്ക് ശരിയായി ബോധമുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ ഈ രാജ്യത്തിൽ ഉള്ള ഓരോ വിഭാഗം ആളുകളോടും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോടും ഞങ്ങൾക്ക് ചിലതെല്ലാം ഉണർത്താനുണ്ട്. ഇവിടെ ഈ സമ്മേളനം വിളിച്ചോതുന്നത് എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിയെ ഈ രാജ്യത്തിൽ ആർക്കും തന്നെ അവഗണിക്കാൻ സാധ്യമല്ല എന്ന പരമാർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം വിളിച്ചോട്ടുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷി, ആ കക്ഷിയെ അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ ഒരു കാര്യവും യഥാർത്ഥത്തിൽ നടത്താൻ സാധ്യമല്ല. സുന്നികൾ ഉറങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ, സുന്നികൾ ഉണരുന്നുവെങ്കിൽ അല്ലാത്ത ഒരു കക്ഷിക്കും തന്നെ ഒന്നും സാധ്യമല്ലെന്ന് ഈ സമ്മേളനം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. ഇവിടെ ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് ഈ സമ്മേളനം വഴിക്ക് ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. ഈ രാജ്യത്തിൽ ഭരണകൂടത്തോട് ഇവിടെ ദീനിയായ വല്ല കാര്യത്തിലും നിങ്ങൾ കൈയിടുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിപ്രായം ആരാഞ്ഞിട്ട് വേണം. അല്ലാതെ നിങ്ങൾക്ക് കൈയിടാൻ സാധ്യമല്ല. ആ കാര്യം ഇവിടെ ഉള്ള ഭരണകൂടവും എവിടെയുള്ള ഭരണകൂടവും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം ഉണർത്താൻ ഉള്ളത് എന്താണെന്നാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത് എന്തിനാണ്, എന്താവശ്യത്തിനാണ് എന്ന് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമർത്ഥിക്കുകയാണ്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെയർമാൻ പെരുമാളുകളുടെയും അതേപോലെയുള്ള പെരുമാളന്മാരുടെയും ഭരണകാലമുണ്ടായിരുന്നു. അതേ ക്രമത്തിൽ തന്നെ സാമൂതിരി മഹാരാജാക്കന്മാർ ഇവിടെ രാജ്യം ഭരിച്ചിരുന്നു. ആ കാലത്ത് ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിന്നതാണ്. ആ സാമുദായിക സൗഹാർദ്ദം ഇവിടെ യാതൊരു വർഗീയതയും പാടില്ലാത്തതാണ്. അന്ന് ഒരുവിധ വർഗീയതയും ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ്. ഒരു വിധത്തിൽ
ഉള്ള ഒരു വർഗീയതക്കും ഇവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ഈ കാര്യം ശരിക്ക് നാം ഉണരേണ്ടതുണ്ട്. ആ ശരിയായ സാമുദായിക സൗഹാർദ്ദം, ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രി, അത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കണം. അതല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്ക് മാനാഞ്ചിറ കുളം കാണാം. അതെങ്ങനെ നിലവിൽ വന്നു? അതിനെങ്ങനെ ആ പേര് സിദ്ധിച്ചു? ആ സ്ഥലത്ത് ശുദ്ധജലം ഉണ്ടെന്ന് സയ്യിദ് ജിഫ്രി തങ്ങളവർകൾ പറഞ്ഞു. അതിന് വേണ്ട ചിലവുകൾ ഞാൻ വഹിക്കാമെന്ന് ടിപ്പു സുൽത്താൻ കേട്ടു. അതിന് വേണ്ട സ്ഥലം സാമൂഹ്യ മാനവിക്രമൻ തമ്പുരാൻ നൽകി. അതിന് നാമകരണം മാനാഞ്ചിറ എന്ന് പേരും കൊടുത്തു. ഇത് എന്ത് സൗഹാർദ്ദമാണിത്? സൗഹാർദ്ദമല്ലേ ഇത്? ഈ നിലക്കുള്ള സാമുദായിക സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അതിനെ കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്ന് ഈ രാജ്യത്തിൽ ഉള്ള മുഴുവൻ ജനവിഭാഗവും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ബാഹർ വലിയുള്ള അയ്യപ്പസ്വാമി, ഈ രണ്ടു പേരുടെയും സൗഹാർദ്ദ നിധി എന്തായിരുന്നു എന്ന്? ഒന്ന് വലിയ ബാഹിയാണ്, മറ്റതേ സാഹിയാണ്. അവർ രണ്ടും ഇന്നും ചരിത്ര പുരുഷന്മാരല്ലേ? ഈ നിലക്കുള്ള സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ശരിയായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് മുസ്ലിം സമുദായത്തിൽ ഉള്ള ശരിയായ വിശ്വാസം ഉള്ള ജനങ്ങൾ, ആ ജനങ്ങളെ കൊണ്ട് മാത്രമേ സാമുദായിക മൈത്രി ഈ രാജ്യത്തിൽ നിലനിർത്താൻ കഴിയൂ എന്നത് ഒരു പരമാർത്ഥമാണ്. വർഗീയതയ്ക്ക് ഈ രാജ്യത്തിൽ വളർച്ച സിദ്ധിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് മുസ്ലിം സമുദായത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് നശിക്കണം. അപ്പോൾ മാത്രമേ മുസ്ലിം സമുദായത്തിൽ വർഗീയത ശരിയായ ഉടലെടുക്കുകയുള്ളൂ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഈ രാജ്യത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം വർഗീയത ഇവിടെ ഉടലെടുക്കാൻ യാതൊരു സാധ്യതയും ഇല്ല തന്നെ. വർഗീയത ഈ രാജ്യത്തിന് എത്ര വലിയ ആപത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പഞ്ചാബിലും മറ്റ് സ്ഥലങ്ങളിലും നടമാടുന്ന അക്രമങ്ങൾ, അതിന് കാരണം എന്താണ്? വർഗീയതയല്ലേ, അല്ലാതെ മറ്റൊന്നല്ലല്ലോ. ഈ നിലക്കുള്ള വർഗീയത ഇന്ത്യക്ക് തന്നെ ആപത്തല്ലേ. ഈ ആപത്തിൽ നിന്ന് ഈ രാജ്യത്തെയും ഈ രാജ്യത്തിൽ ഉള്ള ജനവിഭാഗത്തെയും സംരക്ഷിക്കണമെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ നിലനിർത്തുക എന്നത് എല്ലാ സമുദായത്തിന്റെയും ഉത്തരവാദിത്വം ആണ്. കാരണം എന്തുകൊണ്ട്? എന്താണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്? ഇതൊരു പാർട്ടിയല്ല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്നത് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗീയ ചിന്താഗതിയല്ല. അത് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ്. കാരണം എന്തുകൊണ്ട്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ് എന്ന് നാം ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒറ്റ വാക്കിൽ അതിനെ സമർത്ഥിക്കാൻ കഴിയും. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൗലിക സിദ്ധാന്തം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയീൻ ആണ്. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകരാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്? പറയുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകരാണ് എന്ന് പറയുന്ന വാക്കിന്റെ താല്പര്യം എന്താണ്? ആ വാക്കിന്റെ താല്പര്യം ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു നബി വരേണ്ട ആവശ്യമില്ല എന്നാണ് ആ വാക്ക് നമ്മളോട് അറിയിക്കുന്നത്. മറ്റൊരു പ്രവാചകന്റെ ലോകത്തിൽ ആവശ്യം ഇല്ല എന്ന, അതാണ് ഖാതിമുൻ നബിയീൻ അല്ലെങ്കിൽ അന്ത്യപ്രവാചകർ എന്ന പദത്തിന്റെ അർത്ഥം. അത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ല എന്നും മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ, ആ ദീൻ ഏത് ക്രമത്തിൽ ഉള്ളതാവണം? മറ്റൊരു
മറ്റൊരു പ്രവാചകൻ ആവശ്യം